മൂന്നാമത് പൊൻകതിർ പുരസ്കാരത്തിന് ആലങ്കോട് ഒതളൂർ സ്വദേശി ഷെജീർ KM അർഹനായി. താലൂക്കിലെ ഏറ്റവും മികച്ച കർഷകന് ചിങ്ങം 1 കർഷക ദിനത്തിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എവർഗ്രീൻ സമിതി നൽകി വരുന്ന പൊൻകതിർ പുരസ്കാരത്തിന് ഈ വർഷം ആലങ്കോട് ഒതളൂർ സ്വദേശി ഷെജീർ KM അർഹനായി. കിട്ടിയ എൻട്രികൾ ജൂറി അംഗം കൃഷി ഓഫീസർ P. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയും കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്തതിനു ശേഷമാണ് ജേതാവിനെ പ്രഖ്യാപിച്ചത്. ആലങ്കോട് പഞ്ചായത്തിലെ ഒതളൂർ കോലിക്കര 12ാം വാർഡിൽ താമസിക്കുന്ന 34 വയസ്സുകാരനായ ഷെജീർ യുവ കർഷകനാണ്. 30 വർഷത്തോളം തരിശുഭൂമിയായി കിടന്നിരുന്ന 9 ഏക്കർ കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് കേരളത്തിലെ പരമ്പരാഗത നെൽകൃഷി വിളവുകളിലൊന്നായ മുണ്ടക്കൻ, കരനെല്ല്, ലൈറ്റ് മുണ്ടക്കൻ, വിരിപ്പ്, പുഞ്ചക എന്നീ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ മത്സ്യകൃഷി, തെങ്ങ്, കവുങ്ങ്, ജാതി, കുരുമുളക്, വാഴ തുടങ്ങിയവയും വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചെയ്യുന്നുണ്ട്. കന്നുകാലി വളർത്തലും കൂടെയുണ്ട്. ആലങ്കോട് കടവല്ലൂർ കൃഷിഭവനിൽ നിന്നും കിട്ടുന്ന പ്രോത്സാഹനം കാർഷിക രംഗത്ത് ഏറെ മുന്നോട്ടു പോകാൻ സഹായകമായിട്ടുണ്ട്. യുവ കർഷക അവാർഡും മികച്ച കർഷകനുള്ള അവാർഡും പഞ്ചായത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പരമ്പരാഗത കർഷകനായിരുന്ന പരേതനായ പിതാവ് കോട്ടപ്പുറത്ത് വളപ്പിൽ മൂസയുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ് തന്നെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രേരണമായത്. ചിങ്ങം 1 കർഷക ദിനത്തിൽ ഉച്ചയ്ക്ക് 2:30 നരിപ്പറമ്പ് അൽ ബഷീർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മൂന്നാമത് പൊൻകതിർ പുരസ്കാരം PCWF UAE കമ്മിറ്റി സ്പോൺസർ ചെയ്ത 5001 രൂപ ക്യാഷ് അവാർഡും നൽകുന്നതാണ്. തവനൂർ കാർഷിക കോളേജിലെ അധ്യാപകൻ, പ്രമുഖ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ പ്രമുഖ തുടങ്ങിയവരെല്ലാം പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. എൻ്റെ പേര് ഷെജീർ. ഞാൻ കോളിക്കരയാണ് താമസിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ഉപ്പാൻ്റെ കൂടെ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. ഞാൻ തരിശ് നിലമായിട്ട് 40 ഏക്കർ തരിശായിട്ട് വരുന്ന കൃഷിസ്ഥലവും അതേപോലെ തന്നെ മുണ്ടകനും പുഞ്ചി, ലൈറ്റ് മുണ്ടകനായിട്ട് പുഞ്ചിയും ചെയ്യുന്നുണ്ട്. 50 ഏക്കർ മേലെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ കഴിഞ്ഞ ജാതി, കുരുമുളക്, പിന്നെ അതേപോലെ കന്നുകാലി വളർത്തലും മീൻ കൃഷി ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കന്നുകാലി വളർത്തുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് നെൽകൃഷിയാണ്.